सभी दोस्तों को VRDG हिंदी क्लासेस की एक नई कक्षा में स्वागत है। दोस्तों, आज हम 9वीं कक्षा का एक संस्मरण पढ़ेगा। संस्मरण का शीर्षक है मेरी ममता मई माँ। मेरी ममता मई माँ डॉक्टर APJ अब्दुल कलाम जी का एक संस्मरण है। इस संस्मरण में डॉक्टर APJ अब्दुल कलाम जी अपने परिवार के बारे में बताते हैं। आइए दोस्तों, हम इस संस्मरण पढ़ेंगे। എല്ലാ കൂട്ടുകാർക്കും VRDG ഹിന്ദി ക്ലാസ്സസിലെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 9ാം ക്ലാസ്സിലെ ഒരു ഓർമ്മക്കുറിപ്പാണ് പഠിക്കാൻ പോകുന്നത്. ആ ഓർമ്മക്കുറിപ്പിൻ്റെ പേര് മേരി മമത മയി മാ. മേരി മമത മയി മാ ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ ഒരു ഓർമ്മക്കുറിപ്പാണ്. അപ്പോൾ കൂട്ടുകാരെ, നമുക്ക് ഇന്ന് ഈ ഓർമ്മക്കുറിപ്പ് മനസ്സിലാക്കാം. ഈ ഓർമ്മക്കുറിപ്പിൽ ഡോക്ടർ APJ അബ്ദുൽ കലാം അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനെ പറ്റിയും അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്തിനെ പറ്റിയുമാണ് പ്രതിപാദിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ സംസ്മരൺ, അതായത് ഓർമ്മക്കുറിപ്പ് നമുക്ക് ശ്രദ്ധിക്കാം. മേരി മമത മയി മാ डॉक्टर APJ अब्दुल कलाम द्वितीय विश्व युद्ध के दौरान हमारा परिवार कठिनाइयों के बीच से गुजर रहा था. രണ്ടാം ലോകമഹായുദ്ധം നടക്കുന്ന കാലഘട്ടമാണ്. ആ സമയത്ത് ഡോക്ടർ APJ അബ്ദുൽ കലാം അദ്ദേഹത്തിൻ്റെ കുടുംബം വളരെ ബുദ്ധിമുട്ടിൽ കടന്നു പോവുകയായിരുന്നു. ദ്വിതീയ വിശ്വയുദ്ധ കെ ദൗരാൻ, രണ്ടാം ലോകമഹായുദ്ധ കെ ദൗരാൻ ഇടയിൽ, കെ ദൗരാൻ ഹമാര പരിവാർ നമ്മുടെ കുടുംബം കഠിനായിയോം കെ ബീച്ച് സേ ഗുസർ രഹാദ, കഠിനായ ബുദ്ധിമുട്ടുകൾക്കിടയിൽ കൂടെ കടന്നു പോവുകയായിരുന്നു. ഗുസർ രഹാദ, കടന്നു പോവുകയായിരുന്നു. മെയും ഉസ് സമയ 10 साल का था. അന്ന് ഞാൻ 10 വയസ്സ് ഉള്ള ഒരു ബാലകനായിരുന്നു. 10 വയസ്സായിരുന്നു എനിക്ക്. മെയും ഉസ് സമയ 10 साल का था. അന്ന് എനിക്ക് 10 വയസ്സായിരുന്നു. और युद्ध രാമേശ്വരം മെയും ഹമാരെ ദർവാസെ തക്ക് പ്രായ പഹുഞ്ച് ചുക്കാത. അപ്പം രണ്ടാം ലോക മഹായുദ്ധം നമ്മുടെ രാമേശ്വരത്ത് ആ വീടിൻ്റെ വാതിൽക്കൽ വരെ എത്തിച്ചേർന്നിരുന്നു. സബി വസ്തുവും കി കില്ലത്ത് ഹോ ഗയി. അപ്പോൾ എല്ലാ വസ്തുക്കൾക്കും പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടു. കില്ലത്ത് ഹോ ഗയി, എന്താണ് ബുദ്ധിമുട്ട്, അതായത് ദുർലഭമായി കിട്ടുക, അതായത് കിട്ടാതെ ഇരിക്കുക എന്നൊക്കെയാണ് അർത്ഥം. കില്ലത്ത് ഹോ ഗയി തി. ഹമാര പരിവാർ ഏക്ക് വിശാൽ സംയുക്ത പരിവാർ ദാ. നമ്മുടെ കുടുംബം ഒരു വിശാലമായ സംയുക്ത പരിവാർ ജോയിൻറ്റ് ഫാമിലി അല്ലെങ്കിൽ കൂട്ടുകുടുംബം എന്നാണ് പറയുന്നത്. ജിസ്മയും മേരെ പിതാ ഏവം ചാച്ചാവും കെ പരിവാർ ജൻ ഏക സാത്ത് രഹത്തെ. അപ്പോൾ ഈ കൂട്ടുകുടുംബത്തിൽ എൻ്റെ അച്ഛനും അതുകൂടാതെ എൻ്റെ ഇളയച്ചന്മാർ, ചാച്ചാവും ഇളയച്ചന്മാർ, കൊച്ചിച്ചന്മാർ കെ പരിവാർ ജൻ, അവരുടെ കുടുംബവും ഉണ്ടായിരുന്നു. അപ്പോൾ അച്ഛനും കൊച്ചിച്ചന്മാരുടെ കുടുംബവും ചേർന്ന് ഒരു വിശാലമായ കുടുംബമായിരുന്നു, ഒരു ജോയിൻറ്റ് ഫാമിലി ആയിരുന്നു, ഒരു കൂട്ടുകുടുംബമായിരുന്നു. ഇസ് വിശാൽ കുൻബെ പരിവാർ, കുടുംബം എന്നാണ് അർത്ഥം. കുടുംബം को मेरी दादी और माँ मिलकर संभालती थी. പരിപാലിക്കുക. അപ്പോൾ ഈ വിശാലമായ കുടുംബത്തിനെ നോക്കി നടത്തിയത് എൻ്റെ ദാദി ഓർ മാ, അമ്മയും ചേർന്നാണ്. മിൽക്കർ സംഭാൽത്തി ഥി. അപ്പം ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ കൂട്ടുകുടുംബം അത് നോക്കി നടത്തിയിരുന്നത് അമ്മയും ചേർന്നാണ്. घर में कभी 3 പാൽനോം പർ ബെച്ചെ ചൂൾത്തെ രഹത്തെ थे. പാൽനോം എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം പാൽനോം തൊട്ടിലുകൾ. 3 പാൽനോം 3 തൊട്ടിലുകളിലായിട്ട് പർ ബെച്ചെ ചൂൾത്തെ രഹത്തെ थे. ചൂലിന് ആടുക. അപ്പോൾ ആ കുടുംബത്തിൽ വരുന്ന കുട്ടികൾ, അതായത് 3 തൊട്ടിലുണ്ടായിരുന്നു. ആ 3 തൊട്ടിലും കുട്ടികൾ, അന്നത്തെ ആ സമയത്തുള്ള ചെറിയ കുട്ടികൾ ആടിയിരുന്നു. ബെച്ചെ ചൂൾത്തെ രഹത്തെ थे. ഖുഷി और गम का आना जाना लग रहा था. ഖുഷി സന്തോഷം, ഗം ദുഃഖം. ഖുഷി और गम का आना जाना लगा. നമ്മുടെ കുടുംബത്തിൽ സുഖവും ദുഃഖവും വന്നും പോയും കൊണ്ടിരുന്നു. അപ്പം മനസ്സിലാക്കണം കൂട്ടുകാരെ,
द्वितीय विश्व युद्ध के दौरान हमारा परिवार कठिनाइयों के बीच से गुजर रहा था. രണ്ടാം ലോക മഹായുദ്ധം നടക്കുന്ന ആ സമയത്ത് നമ്മുടെ കുടുംബം പലതരത്തിലുള്ള ബുദ്ധിമുട്ടിൽ കൂടിയാണ് കടന്നുപോയത്. മെയ് മുസ് സമയം 10 साल का था. അന്ന് എനിക്ക് 10 വയസ്സ് പ്രായമുണ്ടായിരുന്നു. और युद्ध രാമേശ്വരം മെയും ഹമാരെ ദർവാസെ തക്ക് പ്രായം പഹുഞ്ച് ചുക്കാത. അപ്പോൾ ഈ രണ്ടാം ലോക മഹായുദ്ധം രാമേശ്വരത്തുള്ള നമ്മുടെ വീടിൻ്റെ വാതിൽക്കൽ വരെ എത്തിച്ചേർന്നിരുന്നു. സബി വസ്തുവും കി കില്ലത്ത് ഹോ ഗയീതി. അപ്പോൾ പല വസ്തുക്കൾക്കും ദൗർലഭ്യം ഉണ്ടായിരുന്നു. ഹമാര പരിവാർ ഏക വിശാൽ സംയുക്ത പരിവാർ ദാ. നമ്മുടെ കുടുംബം ഒരു വിശാലമായ ഒരു കൂട്ടുകുടുംബമായിരുന്നു. ജിസ്മേയും മേരെ പിതാ ഏവം ചാച്ചാവും കെ പരിവാർ ജന ഏക സാഥ് രഹത്തെ थे. ഈ കൂട്ടുകുടുംബത്തിൽ എൻ്റെ അച്ഛനും അതുപോലെ തന്നെ കൊച്ചിച്ചന്മാരും ചേർന്ന് ഒരു കൂട്ടുകുടുംബമായിട്ടാണ് താമസിച്ചിരുന്നത്. ഇസ് വിശാൽ കുൻബെ കോ മേരി ദാദി ഓർ മാ മിൽക്കർ സംഭാൾത്തി थी. അപ്പോൾ ഈ വിശാലമായ ഈ കൂട്ടുകുടുംബത്തിനെ നോക്കി നടത്തി പോകുന്നത്, അതായത് പരിപാലിച്ചു പോകുന്നത് എൻ്റെ അമ്മൂമ്മയും അമ്മയും ചേർന്നാണ്. घर में कभी कभी 3 പാലനോം पर बच्चे झूलते रहते थे. വീട്ടിൽ അപ്പം 3 തൊട്ടിലുണ്ട്. ആ 3 തൊട്ടിലും കുഞ്ഞുങ്ങൾ ആടിക്കൊണ്ടേയിരുന്നു. അതായത് കുഞ്ഞുങ്ങളെ ആട്ടിക്കൊണ്ടേയിരുന്നു. ഖുഷി ഓർ ഗം കാ ആന ജാന ലഗത്താത. അപ്പോൾ കുടുംബത്തിലെ ഈ സമയത്ത് സന്തോഷവും ദുഃഖവും വന്നും പോയിക്കൊണ്ടും ഇരുന്നു. അടുത്ത പാരഗ്രാഫ് നോക്കൂ. മെയിം अपने शिक्षक श्री सोमियार के पास गणित पढ़ने जाने के लिए प्राय 4 बजे जगह जाता था. മെയിം अपने शिक्षक टीचർ अध्यापक. മെയിം अपने शिक्षक श्री सोमियार के പാസ്. അപ്പം ഞാൻ എൻ്റെ അധ്യാപകൻ സോമിയാറിൻ്റെ അടുത്ത് ഗണിത് പഠിനെ ജാനെ, ഗണിതം മാത്സ്, ഗണിത് പഠിനെ ജാനെ കേലിയ, അപ്പം കണക്ക് പഠിക്കാൻ പോകുന്നതിന് വേണ്ടി പ്രായ 4 ബജെ ജഗ് ജാത്താത. അപ്പം രാവിലെ 4 മണിക്ക് ഉണരുമായിരുന്നു ഗണിതം പഠിക്കാൻ വേണ്ടി. അധ്യാപകൻ്റെ അടുത്ത്, അതായത് സോമിയാറിൻ്റെ അടുത്ത് പഠിക്കാൻ പോകുന്നതിന് വേണ്ടി അദ്ദേഹം 4 മണിക്ക് ഉണരുമായിരുന്നു. വേ ഏക അദ്വിതീയ ഗണിത ശിക്ഷകതെ. അദ്ദേഹം ഒരു പ്രതിഭാസമ്പന്നനായ അദ്വിതീയനായ ഒരു മാത്സ് ടീച്ചറായിരുന്നു, അല്ലെങ്കിൽ കണക്ക് ടീച്ചറായിരുന്നു. വേ നിശുൽക്ക് ട്യൂഷൻ പഠാത്തേത്. അദ്ദേഹം ഫീസില്ല, നിശുൽക്ക് ബിനാ ഫീസ്, അതായത് ഫീസ് കൂടാതെ ആണ്, അതായത് ഫീസ് ഇല്ലാതെയാണ് അദ്ദേഹം ട്യൂഷൻ പഠിപ്പിച്ചിരുന്നത്. और एक साल में 5 ही बच्चों को पढ़ाते थे. ഒരു വർഷത്തിൽ അദ്ദേഹം 5 കുട്ടികളെയാണ് ട്യൂഷൻ പഠിപ്പിക്കുന്നത്. एक साल में 5 ही बच्चों को पढ़ाते थे. अपने सभी छात्रों पर उन्होंने एक कठोर शर्त लग रहती थी. അപ്പോൾ എല്ലാ അദ്ദേഹത്തിൻ്റെ കുട്ടികൾ ഛാത്രം എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥികൾ, സ്റ്റുഡൻസ്, पर उन्होंने एक कठोर शर्त, ഒരു കഠിനമായ ഷർത്ത് കണ്ടീഷൻ ലഗ രഗീതി. അപ്പോൾ അദ്ദേഹം എല്ലാ കുട്ടികളുടെയും ഒരു കഠിനമായ ഒരു കണ്ടീഷൻ വെച്ചിരുന്നു. കണ്ടീഷൻ ഇതാണ്, ഷർത്ത് യഹ് കി സഭി ഛാത്ര സ്നാൻ കർക്കെ 5 ബജെ ഉൻകി കക്ഷാമയും ഉപസ്ഥിത ഹോ ജായ്. അപ്പോൾ എല്ലാ കുട്ടികളും നേരത്തെ എണീറ്റ് 5 മണിക്ക് കുളിച്ച് വൃത്തിയായിട്ട് അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിൽ എത്തിച്ചേരണം. അതായിരുന്നു അദ്ദേഹം വെച്ചിരുന്ന കണ്ടീഷൻ. മേരി മാ മുझसे पहले जग जाती थी. അപ്പോൾ എൻ്റെ അമ്മ എന്നെക്കാളും മുമ്പേ ജഗ് ജാത്തി थी. ജഗ് ജാന ഉണരുക, ജഗ് ജാത്തി थी. വേ മുझे നഹലാത്തി. എന്നിട്ട് അമ്മ എന്ത് ചെയ്യും? എന്നെ കുളിപ്പിക്കും. നഹലാന കുളിപ്പിക്കും, നഹലാത്തി. और ട്യൂഷൻ के लिए തയ്യാർ करती. അപ്പം ട്യൂഷന് എന്നെ വിടാനുള്ള തയ്യാറെടുപ്പുകളൊക്കെ ചെയ്യും. മേം 5:30 ബജെ ഘർ വാപ്പസ് ലൗട്ടത്താ. അപ്പോൾ ഒരു 5:30 ബജെ, ഒരു 5:30 ആകുമ്പോഴത്തേക്ക് ഞാൻ എന്ത് വാപ്പസ് ലൗട്ടായ, 5:30 ബജെ ഘർ വാപ്പസ് ലൗട്ടായ, 5:30 ആകുമ്പോൾ ഞാൻ തിരിച്ച് വീട്ടിലെത്തും. അപ്പോൾ ഒന്നും കൂടി ശ്രദ്ധിക്കാം ആ പാരഗ്രാഫ്. മേം अपने शिक्षक श्री सोमियार के पास गणित पढ़ने जाने के लिए प्राय 4 बजे जग जाता था. അപ്പോൾ ഡോക്ടർ APJ അബ്ദുൽ കലാം തൻ്റെ ഗണിത അധ്യാപകനായ സോമിയാറിൻ്റെ അടുത്ത് പഠിക്കാൻ പോകുന്നതിന് വേണ്ടി, ട്യൂഷൻ പഠിക്കാൻ പോകുന്നതിന് വേണ്ടി അദ്ദേഹം 4 മണിക്ക് തന്നെ ഉണരുമായിരുന്നു. വേ ഏക അദ്വിതീയ ഗണിത ശിക്ഷകത. അദ്ദേഹം നല്ല ഒരു പ്രതിഭാ സമ്പന്നനായ അദ്വിതീയനായ പേര് കേട്ട ഒരു ഗണിത അധ്യാപകൻ.
അപ്പോൾ അദ്ദേഹം വേ നിശുൽക്ക് ട്യൂഷൻ പഠാത്തെ थे, ഫീസ് ഇല്ലാതെയാണ് അദ്ദേഹം ട്യൂഷൻ പഠിപ്പിച്ചത്. और एक साल में 5 ही बच्चों को पढ़ाते थे. ഒരു വർഷത്തിൽ അദ്ദേഹം 5 കുട്ടികളെയാണ് ട്യൂഷൻ പഠിപ്പിക്കുന്നത്. अपने सभी छात्रों पर उन्होंने एक कठोर शर्त लगा रखी थी. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എല്ലാ കുട്ടികളുടെ ഇടയിൽ അദ്ദേഹം ഒരു കഠിനമായ ഒരു കണ്ടീഷൻ വെച്ചിരുന്നു. ഷർത്ത് യഹേ കി, ആ കണ്ടീഷൻ ഇതാണ്, സബി ഛാത്ര സ്നാൻ करके 5 बजे उनकी कक्षा में ഉപസ്ഥിത് ഹോ ജായേ. അപ്പോൾ 5 മണിക്ക് തന്നെ എല്ലാ കുട്ടികളും കുളിച്ച് റെഡിയായി അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിൽ എത്തിച്ചേരണം. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ കണ്ടീഷൻ. മേരി മാ മുജ്സെ പെഹലെ ജഗ് ജാത്തി തി, അപ്പോൾ എൻ്റെ അമ്മ എന്നെക്കാളും മുമ്പേ എണീക്കുമായിരുന്നു. വേ മുझे നഹലാത്തി और ട്യൂഷൻ के लिए തയ്യാർ करती. അപ്പോൾ അമ്മ എന്നെ കുളിപ്പിച്ച് ട്യൂഷന് വിടാനുള്ള തയ്യാറെടുപ്പുകൾ ചെയ്യും. മേം 5:30 ബജെ ഘർ വാപ്പസ് ലൗട്ടത്ത, ട്യൂഷൻ കഴിഞ്ഞ് ഞാൻ 5:30 ആകുമ്പം വീട്ടിൽ തിരിച്ചെത്തും. ഘർ വാപ്പസ് ലൗട്ടത്ത, വാപ്പസ് തിരികെ, ലൗട്ടിന എത്തിച്ചേരുക. അപ്പോൾ 5:30 ആകുമ്പോൾ അദ്ദേഹം എന്ത് ചെയ്യും, ട്യൂഷൻ കഴിഞ്ഞ് വീട്ടിലെത്തിച്ചേരും. उस समय नामाज आदा करने तथा अरबी स्कूल में कुरान शरीफ सीखने के लिए मुझे ले जाने को पिता मेरी प्रतीक्षा कर रहे होते. അപ്പോൾ അതിനുശേഷം ഉസ് സമയ നാമാസ് ആദാ കർണേ തഥാ, അതിനുശേഷം വീട്ടിലെത്തിയതിനു ശേഷം അദ്ദേഹം നാമാസ് കംപ്ലീറ്റ് ആക്കും, നിസ്കാരം കംപ്ലീറ്റ് ആക്കും. പിന്നെ കർണേ തഥാ अरबी स्कूल में कुरान शरीफ सिखाने के लिए मुझे ले जाने के लिए പിതാ മേരി പ്രതീക്ഷ കർ രഹേ ഹോത്തി. അപ്പം ട്യൂഷൻ കഴിഞ്ഞ് വരുന്ന നിസ്കാരം കഴിഞ്ഞിട്ട് അറബി സ്കൂളിൽ കൊണ്ടുപോകാൻ അച്ഛൻ തയ്യാറായി നിൽപ്പുണ്ടായിരിക്കും. ഉസ്കെ ബാദ് മെയിം അപ്പനെ घर से 3 किलोमीटर की दूरी पर स्थित रामेश्वरम रोड रेलवे स्टेशन पैदल जाता. അതിനുശേഷം ഉസ്കെ ബാദ് മെയിം അപ്പനെ ഘർ സെ 3 കിലോമീറ്റർ, അതായത് എൻ്റെ വീട്ടിൽ നിന്നും 3 കിലോമീറ്റർ, 3 കിലോമീറ്റർ കി ദൂരി പർ, 3 കിലോമീറ്റർ ദൂരെ സ്ഥിതി ചെയ്യുന്ന രാമേശ്വരം റോഡ് റെയിൽവേ സ്റ്റേഷൻ, രാമേശ്വരം റോഡ് റെയിൽവേ സ്റ്റേഷനിൽ അദ്ദേഹം പൈതൽ ജാത്താത, പൈതൽ കാൽനടയായി. അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് 3 കിലോമീറ്റർ ദൂരെയുള്ള രാമേശ്വരം റോഡ് റെയിൽവേ സ്റ്റേഷനിൽ അദ്ദേഹം കാൽനടയായിട്ട് പോകും. वहाँ से होकर गुजरने वाली धनुषकोडी मेल से समाचार पत्रों का बंडल लेता और തേസി സേ ഷഹർ ലൗട്ടത. അതിനുശേഷം അദ്ദേഹം ചെയ്യുന്ന കാര്യം ഇതാണ് കൂട്ടുകാരെ, മനസ്സിലാക്കും. വഹാം സേ ഹോക്കർ, അവിടെ നിന്നും ഗുസർനെ വാലി അവിടെ കൂടി കടന്നു പോകുന്ന ധനുഷ്കോടി മേൽ, ട്രെയിനാണ് ധനുഷ്കോടി മേൽ സേ സമാചാർ പത്രോം കാ ബണ്ടൽ. അപ്പം ട്രെയിനിൽ നിന്ന് ധനുഷ്കോടിയിൽ പോകുന്ന ആ ട്രെയിനിൽ നിന്ന് സമാചാർ പത്ര ന്യൂസ് പേപ്പറിൻ്റെ ബണ്ടൽ കെട്ടുകൾ ലേത്ത ഓർ തേസി സേ, അപ്പോൾ ആ കെട്ടുകൾ എടുക്കും. ധനുഷ്കോടി മേലിൽ ട്രെയിനിൽ വരുന്ന ആ പത്രക്കെട്ടുകൾ എടുക്കും. എന്നിട്ട് അദ്ദേഹം വളരെ പെട്ടെന്ന് തേസി വളരെ പെട്ടെന്ന് ഷഹർ ലൗട്ടത, പട്ടണത്തിൽ തിരിച്ചെത്തും. ഷഹർ മെയിം സബ്സെ പെഹലെ മെയിം ഹി ലോഗോം തക്ക് സമാചാർ പത്ര പഹുഞ്ചാത്താത. അപ്പം പട്ടണത്തിൽ വന്നിട്ട് ഏറ്റവും ആദ്യം പത്രം നാട്ടുകാരിൽ എത്തിക്കുന്നത് ഞാനാണ്, ആൾക്കാരിൽ എത്തിക്കുന്നത് ഞാനാണ് എന്ന് അദ്ദേഹം പറയുകയാണ്. അപ്പോൾ ഒന്നുകൂടി നമുക്ക് ആ പാരഗ്രാഫ് നോക്കാം. ഉസ് സമയ നാമാ സാദാ കർണേ തഥാ अरबी स्कूल में कुरान शरीफ सीखने के लिए मुझे ले जाने को पिता मेरी प्रतीक्षा कर रहे हो गया. അപ്പോൾ ട്യൂഷൻ കഴിഞ്ഞ് വന്ന് നമസ്കാരം ചെയ്ത് തയ്യാറാകുന്ന സമയത്ത് അച്ഛൻ അറബി പഠിക്കുന്നതിനുണ്ട്. അറബി സ്കൂൾ മെയും ഖുറാൻ ഷരീഫ് അറബി സ്കൂളിൽ ഖുറാൻ പഠിക്കുന്നതിന് എന്നെ കൊണ്ടുപോകുന്നതിന് അച്ഛൻ തയ്യാറായി നിൽക്കും. ഉസ്കെ ബാദ്, അതിനുശേഷം മെയിം അപ്പനെ ഘർ സെ 3 കിലോമീറ്റർ കി ദൂരി പർ, അതിനുശേഷം ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് 3 കിലോമീറ്റർ അകലെയുള്ള
स्थित रामेश्वरम रोड रेलवे स्टेशन पैदल जाता रामेश्वरम रोड रेलवे स्टेशन कालनടയായിട്ട് संचरिക്കും वहां से होकर गुजरने वाली धनुषकोडी मेल से समाचार पत्रों का बंडल लेता और तेजी से शहर लौटता അവിടുന്ന് ധനുഷ്കോടി വഴി പോകുന്ന ട്രെയിനിൽ നിന്നും ന്യൂസ് പേപ്പറിൻ്റെ കെട്ടുകൾ എടുക്കും എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്യും പട്ടണത്തിൽ തിരിക്കും അപ്പം അതിനുശേഷം അദ്ദേഹം എന്ത് ചെയ്യും ഷഹർ മെയും സബ്സെ പെഹലെ ഹി ലോഗോം തക്ക് സമാചാർ പത്ര പഹുഞ്ചാത്താ അപ്പോൾ ഈ ട്രെയിനിൽ നിന്നും അദ്ദേഹം പത്രക്കെട്ടുകൾ എടുക്കും എടുത്തതിന് ശേഷം പട്ടണത്തിലെ ഏറ്റവും ഫസ്റ്റ് അദ്ദേഹമാണ് ന്യൂസ് പേപ്പർ എല്ലാവരിലും എത്തിക്കുന്നത് അടുത്ത പാരഗ്രാഫ് നോക്കൂ ये जिम्मेदारी निभाने के बाद में 8 बजे तक घर वापस आ जाता അപ്പം ഈ ഉത്തരവാദിത്തം ഉത്തരവാദിത്തം यह जिम्मेदारी निभाने के बाद जिम्मेदारी ഉത്തരവാദിത്തം നിറവേറ്റുക निभाने के बाद में 8 बजे 8 മണിക്ക് घर वापस आ जाता അപ്പം ന്യൂസ് പേപ്പർ എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് ന്യൂസ് പേപ്പർ എല്ലാവരിലും എത്തിച്ചിട്ട് അദ്ദേഹം എന്ത് ചെയ്യും 8 മണിക്ക് തിരികെ വീട്ടിൽ എത്തിച്ചേരും उस समय मेरी माँ मुझे सामान्य नाश्ता देती सामान्य नाश्ता प्रातः सामान्य नाश्ता देती അപ്പോൾ എനിക്ക് അമ്മ എന്ത് ചെയ്യും പ്രാതൽ തരും जो मेरे अन्य भाई बहनों को दिए जाने वाले नाश्ते की तुलना में कुछ विशेष होता അപ്പോൾ എൻ്റെ വീട്ടിലുള്ള വേറെ സഹോദരിമാർക്കും കൊടുക്കുന്നതിലുള്ള പ്രാതലിനേക്കാളും ഒരു സ്പെഷ്യൽ ആയിരിക്കും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് എനിക്ക് നൽകുന്നത് क्योंकि मैं पढ़ाई और कमाई एक साथ करता था കാരണം ഞാൻ പഠിക്കുന്നതും ജോലി ചെയ്യുന്നതും അതായത് സമ്പാദിക്കുന്നത് കമായി സമ്പാദ്യം പഠായി പഠിത്തം പഠായി ഓർ പഠായിയും കമായും അതായത് പഠിത്തവും സമ്പാദ്യവും ഒരുമിച്ച് ചെയ്യുന്നത് കാരണമാണ് എനിക്ക് അമ്മ വിശേഷ തരത്തിലുള്ള പ്രാതൽ നൽകുന്നത് स्कूल की छुट्टी के बाद शाम को मैं फिर ग्राहकों से बकाया राशि की वसूली के लिए निकल पड़ता അപ്പോൾ സ്കൂൾ അവധിയുള്ള ദിവസങ്ങളിൽ സ്കൂൾ की छुट्टी के बाद സ്കൂളിൻ്റെ അവധിക്ക് ശേഷം शाम को വൈകുന്നേരം शाम को मैं फिर ग्राहकों ആവശ്യക്കാർ ग्राहकों से बकाया राशि बकाया पासबुक ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് പാസ്ബുക്ക് ബക്കായ राशि की वसूली के लिए നികൽപ്പെടുത്തുക അപ്പം ആ പാസ്ബുക്കിൽ അക്കൗണ്ടിൽ പണം ഇടുന്നതിന് വേണ്ടി അപ്പോൾ ആൾക്കാരിൽ നിന്ന് ആ കളക്ഷൻ എടുക്കാൻ വേണ്ടി അദ്ദേഹം പോകും അവധിക്ക് ശേഷം സ്കൂൾ അവധിക്ക് ശേഷം उन दिनों की एक घटना मुझे अभी भी याद है ആ സമയത്ത് നടന്ന ഒരു സംഭവം അദ്ദേഹത്തിന് ഇന്നും ഓർമ്മയുണ്ടെന്ന് പറയണം ഉൻ ദിനോം की एक घटना ആ ദിവസങ്ങളിലെ एक घटना സംഭവം इंसिडेंट घटना मुझे अभी भी याद है ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് हम सभी भाई बहन साथ बैठकर खाना खा रहे थे നമ്മളെല്ലാ സഹോദരന്മാരും ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കുകയായിരുന്നു और माँ मुझे रोटी देती जा रही थी അമ്മ എനിക്ക് റോട്ടി നൽകാൻ വേണ്ടി ആഹാരം നൽകുന്നതിന് വേണ്ടി വരികയായിരുന്നു ചൂങ്കി ഹം ഭാത്ത് എന്ന് പറഞ്ഞാൽ ചോറ് എന്നാണ് അർത്ഥം ചോറ് അതായത് നെല്ല് കൊണ്ടുണ്ടാക്കിയ ആഹാരം ഭാത്ത് ഖാനെ വാലെ ലോഗ് ഹെ നമ്മളെല്ലാം ചോറ് നെല്ലരി ആഹാരം കഴിക്കുന്നവരാണ് इसलिए चावल तो सुखे ഖുലെ ബാസാർ മെയും ഉപലബ്ധ था അപ്പം എല്ലാ കടകളിലും എന്താണ് ചാവൽ നെല്ലരി എല്ലായിടത്തും സുലഭമായിരുന്നു മേ ഉപലബ്ധത കിന്തു ഗേഹു per റാഷനിങ് ദി അപ്പം ഗോതമ്പ് നമുക്ക് റേഷനായിട്ടും കിട്ടുമായിരുന്നു അപ്പോൾ കൂടുതലും അവർ നെല്ലരി ആഹാരമാണ് ചോറാണ് കഴിക്കുന്നത് ജബ് മെയും ഖാന ഖാ ചുക്കാ തോ മേരെ ബഡേ ഭായിനെ മുझे ഏകാന്ത് മെയും ബുലാക്കർ ഠാണ്ട അപ്പോൾ ആഹാരം കഴിഞ്ഞതിന് ശേഷം ജബ് മെയും ഖാന ഖാ ചുക്കാത എപ്പോഴാണ് ഞാൻ ആഹാരം കഴിച്ച് തീർന്നത് तो मेरे बड़े भाई അപ്പോഴത്തേക്ക് എൻ്റെ മൂത്ത ചേട്ടൻ ബഡേ ഭായിനെ മുझे ഏകാന്ത് മെയും ബുലാക്കർ എന്നെ ഒറ്റയ്ക്ക് വിളിച്ചിട്ട് ഒറ്റയ്ക്ക് ബുലാക്കർ ഠാണ്ട വിളിച്ചിട്ട് വഴക്ക് പറഞ്ഞു എന്താണെന്ന് നമുക്ക് നോക്കാം കലാം जानते हो
ക്യാ ഹുവ, നിനക്കറിയാമോ എന്ത് സംഭവിച്ചെന്ന്? തും റോട്ടി ഖാത്തെ ജാ രഹേ ദേ ഔർ മാ തുമേ റോട്ടി ദേത്തി ജാ രഹി ദി. നീ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, അമ്മ നിനക്ക് ആഹാരം തന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഉന്നോനെ അപ്പനെ ഹിസ്സേ കി ഭി സാരി റോട്ടിയാം തുമേ ദേ ദി. അമ്മ നിനക്ക് അമ്മയുടെ ഭാഗത്തുള്ള, അതായത് അമ്മ കഴിക്കാതെയാണ് പല ദിവസവും നിനക്ക് ആഹാരം തരുന്നത്. അഭി ഘർ കി പരിസ്ഥിതി ടീക്ക് നഹിം ഹൈ. ഇപ്പോൾ നമ്മുടെ കുടുംബത്തിൻ്റെ ഘർ കി പരിസ്ഥിതി ടീക്ക് നഹിം ഹൈ. ഇപ്പോൾ നമ്മുടെ കുടുംബത്തിൻ്റെ സ്ഥിതി അത്ര നല്ലതല്ല. ഏക് ജമീന്ദാർ ബേട്ട ബനോ ഓർ അപ്പനി മാ കോ ഭൂക്കോ മത് മാരോ. അപ്പം നീ ഒരു ഉത്തരവാദിത്തമുള്ള ഒരു മകനാവണം. അമ്മയെ വിശന്ന് മരിക്കുന്നതിൽ നിന്ന് രക്ഷിക്കുക. അതായത് അമ്മ പല ദിവസവും ആഹാരം കഴിക്കാതെയാണ് മകന് കൊടുത്തുകൊണ്ടിരുന്നത്. ആ കാര്യമാണ് ചേട്ടൻ കലാമിനെ ഒറ്റയ്ക്ക് വിളിച്ച് പറഞ്ഞത്. ഏക് ജമീന്ദാരി ബേട്ടാ ബനോ, നീ ഒരു ഉത്തരവാദിത്തമുള്ള ഒരു മോനായിട്ട് മാറണം. ഓർ അപ്പിനി മാക്കോ, തൻ്റെ സ്വന്തം അമ്മയെ ഭൂക്ക് മത്ത് മാരോ, അമ്മയെ വിശന്ന് കൊല്ലിക്കാതിരിക്കുക എന്ന് പറയുകയാണ്. उस दिन पहली बार मुझे സിഹ്റൻ കി അനുഭൂതി ഹുയി. അന്ന് എനിക്ക് ഒരു ചെറിയൊരു വിറയലുണ്ടായി. അതായത് അമ്മ പല ദിവസവും ആഹാരം കഴിക്കാതെയാണ് എനിക്ക് തരുന്നത് എന്നുള്ള കാര്യം ചേട്ടൻ പറഞ്ഞപ്പോൾ സിഹ്റൻ വിറയൽ എന്നാണ് അർത്ഥം. സിഹ്റൻ കി അനുഭൂതി ഹുയി. മെയിം അപ്പനെ ആപ്പക്കോ രോക്ക് നഹിം സക, എനിക്കത് സ്വയം നിയന്ത്രിക്കാൻ പറ്റിയില്ല. ദൗഡ്കർ അപ്പനെ മാക്കെ പാസ് ഗയ, ഞാൻ ഓടി അമ്മയുടെ അടുത്ത് പോയി. ഓർ ഭാവാവേശമേയും ഉൻസെ ലിപ്പട്ട് ഗയ, അമ്മയോട് ചേർന്ന് അമ്മയെ കെട്ടിപ്പിടിച്ചു. ലിപ്പട്ട് ഗയ, ലിപ്പട്ടിന് ചേർന്നിരിക്കുക, ഒട്ടിച്ചേർന്നിരിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. മെയിം അബ് പൂനം കി രാത്ത് നിന്ന് പൗർണമി ദിനരാത്രി, അതായത് പൗർണമി ദിനത്തെ രാത്രി, അതായത് പൂർണ്ണചന്ദ്രനുള്ള രാത്രി. പൂനം കി രാത്ത് മെയും അപ്പനി മാക്കോ യാദ് കർത്താഹും. അപ്പോൾ പൗർണമി ദിവസം രാത്രിയിൽ അമ്മയെ ഞാൻ ഇന്നും ഓർമ്മിക്കാറുണ്ട്. ഉസ് സ്മൃതി കി ചബിയ മേരി പുസ്തക് അഗ്നി കി ഉഡാനുമയും സംഗ്രഹിത് മാ കവിതാമയും ഉപരി ഹെ. അപ്പോൾ അമ്മയെ പറ്റിയുള്ള ആ അനുഭവം അദ്ദേഹത്തിൻ്റെ അഗ്നി കി ഉഡാൻ എന്ന് പറഞ്ഞ സംഗ്രഹത്തിൽ, അതായത് അദ്ദേഹത്തിൻ്റെ അഗ്നി കി ഉഡാൻ എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ അദ്ദേഹം മാ എന്ന കവിതയിൽ തൻ്റെ അമ്മയെക്കുറിച്ച് ഓർമ്മിക്കുന്ന ആ കാര്യം, പൗർണമി രാത്രിയുടെ ദിവസം അമ്മയെ ഓർമ്മിക്കുന്ന ആ കാര്യം അദ്ദേഹം കവിതയായി എഴുതിയിട്ടുണ്ട്. യഹ് മേരി മാ കി കഹാനി ഹെ, അതെൻ്റെ അമ്മയുടെ കഥയാണ്. വേ 93 साल की 93 साल की उम्र तक जीवित रही അമ്മ. അപ്പം 93 വയസ്സ് വരെ അമ്മ ജീവിച്ചിരുന്നു. വേ एक സ്നേഹശീൽ ദയാലു ഒരു ധാർമ്മിക പ്രവൃത്തിക്ക് മഹിളാദി. അമ്മ ആ സ്നേഹശീലയും ദയാലുവും പിന്നെ എന്താണ് മതപരമായിട്ടുള്ള എല്ലാ അനുഷ്ഠാനങ്ങളും അനുഷ്ഠിച്ച് ജീവിച്ചു പോരുന്ന ഒരു സ്ത്രീയായിരുന്നു. അപ്പം 93 വയസ്സ് വരെ അമ്മ ജീവിച്ചിരുന്നു. മേരി മാ റോസ് 5 ബാർ നാമ സാദാ കർത്തീതി. എൻ്റെ അമ്മ എല്ലാ ദിവസവും മേരി മാ റോസ് എന്ന് പറഞ്ഞാൽ ഡെയിലി, ദിവസവും 5 ബാർ 5 പ്രാവശ്യം നാമാസ് ആദാ കർത്തീതി, നിസ്കരിക്കുമായിരുന്നു. मैंने जब भी उन्हें नामाज़ अदा करते हुए देखा तब मैं प्रेरित हुआ और मैंने अपने अंदर പരിവർത്തൻ മെഹസൂസ് കിയ. അപ്പോൾ അമ്മ ഈ 5 പ്രാവശ്യം നിസ്കരിക്കുമായിരുന്നു. നിസ്കാരത്തിന് ശേഷം ഞാൻ അമ്മയെ കാണുമ്പോഴത്തേക്ക് അമ്മയിൽ നിന്നും പല കാര്യങ്ങളും ഞാനും അനുകരിക്കാറുണ്ട്. തബ് മെയും പ്രേരിത ഹുവ ഒരു മേനെ അപ്പനെ അന്തർ പരിവർത്തൻ മെഹസൂസ് കിയ. അതിനുശേഷം എൻ്റെ മനസ്സിലും ഒരു പരിവർത്തനം, മാറ്റം മെഹസൂസ് കിയ, അനുഭവിച്ചു. മെഹസൂസ് കർണ അനുഭവിക്കുക, മെഹസൂസ് കിയ. നാരി ഈശ്വർ കി സുന്ദർ രചന ഹെ. അദ്ദേഹത്തിന് ഈ കാര്യം മനസ്സിലായി. അദ്ദേഹം പറയുകയാണ് നാരി, അതായത് സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ ഈശ്വർ കി സുന്ദർ രചന ഹെ, ഈശ്വരൻ്റെ അതിസുന്ദരമായ ഒരു സൃഷ്ടിയാണ്. രചന സൃഷ്ടി. മെയും ദോ മഹാൻ महिलाओं की स्मृति से सदैव प्रेरित एवं
ഉത്സാഹിത് ഹോത്ത രഹിതാഹും. ഞാൻ എന്നും എന്താണ് അദ്ദേഹം 2 സ്ത്രീകളിലാണ് എന്താണ് മോട്ടിവേറ്റഡ് ആയിട്ടുള്ളത്. प्रेरित मोटिवेटेड एवं उत्साहित होता रहता हूँ. इनमें से एक मेरी माँ, അതിൽ ഒന്ന് എൻ്റെ അമ്മയും, തഥാ दूसरी ഭാരത രത്ന MS സുബലക്ഷ്മി. അപ്പോൾ രണ്ടാമത്തെ സ്ത്രീയാണ് ആരാണ്? ഭാരതരത്നം കിട്ടിയ MS സുബലക്ഷ്മി. അപ്പോൾ MS സുബലക്ഷ്മിയും അതുപോലെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ അമ്മയിൽ നിന്നും അദ്ദേഹത്തിന് പലതരത്തിലുള്ള മോട്ടിവേറ്റഡ്, അതായത് പ്രചോദനകരമായിട്ടുള്ള പല കാര്യങ്ങളും അദ്ദേഹം അവരിൽ നിന്ന് നേടിയിട്ടുണ്ട്. അപ്പോൾ കൂട്ടുകാരെ, ഈ സംസ്മരൺ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഈ സംസ്മരണിൽ ഡോക്ടർ APJ അബ്ദുൽ കലാം അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ കാര്യങ്ങളാണ് പറയുന്നത്. 2ാം ലോക മഹായുദ്ധം നടന്ന ആ സമയത്ത് ധനുഷ്കോടിയിൽ അദ്ദേഹത്തിൻ്റെ വീടായ രാമേശ്വരവും ധനുഷ്കോടിയും അതുപോലെ അദ്ദേഹത്തിൻ്റെ കുടുംബവുമാണ് ഈ സംസ്മരണിൽ കൂടെ അദ്ദേഹം നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇന്ന് നമ്മൾ പഠിച്ച ഈ ഓർമ്മക്കുറിപ്പ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ഓർമ്മക്കുറിപ്പ് നിങ്ങൾ ശ്രദ്ധിച്ച് കാണും. എല്ലാ കൂട്ടുകാർക്കും ഈ വീഡിയോ പ്രയോജനകരമായെന്ന് വിശ്വസിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഏവർക്കും നന്ദി.